ഇന്ന് പുറത്തെ കുറച്ച് ജോലികളാണ് കാണിക്കുന്നത്. മുറ്റം തൂപ്പും പുകപ്പരയുണ്ട്. ഒത്തിരി നാളായിട്ട് പുകപ്പര തുറക്കാറേ ഇല്ല. അപ്പം പുകപ്പര ഒന്ന് തൂത്ത് വാരാനൂടാണ് ഞാൻ വന്നത്. ഇവിടെ ആദ്യം മുറ്റം തൂത്ത് കൂട്ടി അതിനങ്ങ് തീയിട്ട് കളഞ്ഞ ശേഷം പുകപ്പരയിലെ ജോലി തുടങ്ങാം. പുകപ്പരയിൽ ഈ വർഷം ഷീറ്റും പുട്ടുപാലും ഒന്നും പോയിക്കാനില്ലായിരുന്നു, വെട്ടിയിട്ടില്ലായിരുന്നു ഈ വർഷം. അപ്പോഴേ ഒരാൾ വെട്ടാൻ പകുതിക്ക് വീതം, ഇവിടെ ഇപ്പം അങ്ങനെയൊക്കെയാണ്, പപ്പാതി വീതം ഒക്കെ വെട്ടാണ്, ഷോർട്ടറാണ് വെട്ടുന്നത്. ഇത് നമ്മുടെ ചെറിയ ഒറ്റക്കാനയിട്ട് വെട്ടുന്ന മരം ഇപ്പം അങ്ങനെ വെട്ടുന്നില്ല. അത് നിർത്തിയിട്ട് 2-3 കൊല്ലമായി, അത് വെട്ടുന്നേ ഇല്ല. ഇപ്പം വെട്ടിക്കളയാനുള്ള മരമാണ് ഇപ്പം നമ്മൾ വെട്ടാൻ തുടങ്ങുന്നത്. അപ്പോൾ പകുതി അങ്ങേർക്ക് കൊടുക്കണം, പകുതി നമുക്ക്. കുറച്ച് ഒട്ടുപാൽ കൊണ്ടിട്ട് അപ്പോൾ അതങ്ങ് പോയിക്കാവുന്ന വെച്ചാണ്. തുറന്ന് നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു ഇതിൻ്റെ അകം മുഴുവനും തുറന്നിട്ട് മൊത്തം ചെതമണ്ണായിരിക്കുന്നു, തൂത്ത് വൃത്തിയാക്കണം. തുറക്കാറേ ഇല്ലായിരുന്നു. അപ്പം പിന്നെ ഞാൻ ഇന്ന് ചെന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് പാടേ ചെതലെന്ന് പറഞ്ഞാൽ ചെതമണ്ണ് കട്ടയിൽ കൂടി ഇങ്ങനെ ഇട്ടുകയാണ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ടും അതേ കൂടെ ചെതമണ്ണ് കയറിയിട്ടുണ്ട്. അകത്ത് കുറച്ച് നമ്മൾ ഷീറ്റിടാനുള്ള വാറുകമ്പാണ് വെച്ചേക്കുന്നത്. വാറെന്ന് പറഞ്ഞാൽ ഈറക്കമ്പാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതെല്ലാം പുകയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ ഒന്ന് തൂത്തൊക്കെ ഇടണമെന്നും വെച്ച് ഞാൻ കയറിപ്പോയത്. ഇപ്പോഴേ മുറ്റത്തൊത്തിരി ഇത് ഞങ്ങൾ ഷീറ്റടിക്കുന്ന ഷീറ്റ് വരെയുള്ള ഇടത്തെ മുറ്റമാണിത്. എന്നും അവിടെ തൂക്കാറുണ്ട്, കാരണം മൊത്തം മരങ്ങളാണ് ചുറ്റുപാട് മുഴുവനും. എന്ന് തൂത്താലും ഭയങ്കരമായിട്ടും കരിയിലയാണ്. അതുകൂടെ ഒന്ന് തൂത്ത് വാരാവുന്ന വെച്ചാണ് ഞാൻ വന്നത്. തുടർന്നുള്ള വീഡിയോ കണ്ടു നോക്കാം. അങ്ങനെ മുറ്റമൊക്കെ തൂത്തു. അവിടെ കുറച്ച് കരിയില ഉണ്ടായിരുന്നു, അതെല്ലാം കൂട്ടി വെച്ചു. അപ്പോഴമ്മ പറഞ്ഞു ആ കരിയിലയ്ക്ക് ഞാൻ തീ കൊടുത്തോളാം, നീ പോപ്പര വൃത്തിയാക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ പോപ്പര വൃത്തിയാക്കാൻ പോയി. തുടർന്നുള്ള വീഡിയോ കാണാം. എന്തോന്റെ കൂടാ അണ്ണാടി പോപ്പരക്കകത്ത് കൂട് വെച്ചു. കിളിക്കൂട് അമ്മ, കിളിക്കൂട് പുകപ്പരക്കകത്ത് കിളിക്കൂട്.
വേണ്ട. കമ്പി 2 സൈഡിലിട്ടിട്ടുണ്ട്, താഴെ വരെ. ഇതേന്ന് നീളമുള്ള ഒരു കമ്പ് വയ്ക്കും. ഞാൻ ആ കമ്പാണ് ഇവിടെ എടുത്തിട്ടേക്കുന്നത്, അത് വയ്ക്കും. ഇപ്പോഴേ ഇതുപോലൊരു തകിടും കൊണ്ട് ഇവിടെ മൂടും. ഇവിടെ വലിയൊരു കുഴിയാണ്. ഇവിടെ കൂടെ തീ ഇങ്ങനെ കയറി വരും, പുകയല്ല, തീ വരും. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊന്നും വെച്ചില്ല എങ്കിൽ നമ്മുടെ ഷീറ്റിന് തീ പിടിക്കും. ഇപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കി കൊടുക്കണം. ഞങ്ങൾ ഈ കുറച്ച് നാളായി റബ്ബർ വെട്ടിയിട്ട്, അതുകൊണ്ട് ക്ലീൻ ആക്കുന്നൊന്നുമില്ലായിരുന്നു. ഇത് ഞാൻ ഒന്ന് ക്ലീൻ ആക്കാൻ ഇട്ട് തുടങ്ങാൻ പോവുകയാണ്. ഒരു ക്ലീൻ ആക്കാനായിട്ട് കയറി വന്നതാണ്. ഇതുപോലെ ഇഷ്ടികളുണ്ടെങ്കിൽ ഇഷ്ടികളൊക്കെ മാറ്റി ക്ലീനിങ് ആക്കുക. തകിടെല്ലാം ഇരുന്ന് തുരുമ്പിച്ച് പോയി. ഈ തകിട് വാങ്ങിക്കണം. തൽക്കാലത്തേക്കുള്ളാന്നേ. ഉണ്ട് പൊടിഞ്ഞ് പൊടിയെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് തൂത്തിറക്കിയിട്ട് ഇവിടുന്ന് ചൂലും കൊണ്ട് അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പുറത്ത് വാതിലുണ്ട്, ആ വാതിൽ വഴി എല്ലാം വാരിക്കളയാം. അപ്പം ഞാൻ തൂത്തൊന്ന് വൃത്തിയാക്കട്ടെ. അങ്ങനെ തകിടെല്ലാം ഞാൻ എടുത്ത് വെച്ചു, ക്ലീനാക്കി. തറയല്ല ഭിത്തിയല്ല ക്ലീനാക്കി. ഇവിടെ പണ്ട് ഇട്ടേക്കുന്ന ഫ്ലൈവുഡ്, അതിൻ്റെ മണ്ടയിൽ ഷീറ്റ്. ഫ്ലൈവുഡ് കുറേ കഴിയുമ്പോൾ പുകയേറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങ് പോരും. ഇതിപ്പം പോകാറായി. പോകാനിങ്ങനെ പൊന്തി ഇങ്ങനെ ഉള്ളിലോട്ട് ആയി വന്നേക്കുക. കണ്ടോ പോകാറായി. ഇനിയിപ്പം ഫ്ലൈവുഡൊന്നും മേടിച്ചിടുന്നില്ല. പോകുമ്പോഴിതങ്ങ് ഇളക്കി കളയവേ ഉള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം ഇത് മേടിച്ചിടുന്നത്. തൂത്തുകൂട്ടിയിരുന്നപ്പോഴത്തേനാണ് ഞാൻ പുകപ്പര ശരിയാക്കിയപ്പോഴത്തേനും അമ്മയെല്ലാം തീ കത്തിച്ച് കരിയിലേക്ക് തീയെല്ലാം കത്തിച്ചു. അപ്പോൾ ഈ കമ്പെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് വീണ്ടും പുകപ്പരയുടെ ഉള്ളിൽ എടുത്ത് വയ്ക്കണം. കുറച്ച് ഒട്ടുപാലുണ്ട് ഇട്ട് പുകയ്ക്കാൻ. അപ്പം അത് പുകയ്ക്കാനായിട്ട് പരിപാടി ചെയ്യുന്നത്. കീച്ചിടരുത് അവിടെ. ഡീ ഒട്ടി വാ ഇവിടെ. ഞങ്ങളുടെ പുകപ്പരയുടെ ദൃശ്യമാണ് ഈ കാണുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഇവിടെയാണ് തീ കത്തിച്ച് കൊടുക്കുന്നത്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആ പൊടിയെല്ലാം ഞാൻ തൂത്തിട്ടില്ല, അതെല്ലാം കൂടെ വാരിയെടുക്കും.